ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കല്യാൺ സാരീസ്, അരയിടത്ത് പാലം, കോഴിക്കോട്. നമസ്കാരം. ജില്ലാ വാർത്തകൾ. കുട്ടികളുടെ പ്രത്യേകിച്ചും സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവരുടെ ഉന്നമനത്തിനായി ആവിഷ്കരിച്ചതാണ് സഹപാഠിക്കൊരു പഠനവീട് പദ്ധതി. സ്കൂളിൽ പദ്ധതി കൂടുതൽ ഊർജിതമാക്കുകയാണ്. വിദ്യാഭ്യാസ രംഗത്തും സാമൂഹിക രംഗങ്ങളിലും വിദ്യാർത്ഥികൾക്ക് മുന്നേറാൻ പുത്തൻ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുകയാണ് മാറാട്ടെ ജിനരാജ് ദാസ് ALP സ്കൂൾ. റിപ്പോർട്ട് പ്രധാന വാർത്തകൾക്ക് ശേഷം. സഹപാഠിക്കൊരു പഠന വീട് പദ്ധതി ഊർജിതമാക്കുന്നു. മാറാട് ജിനരാജ് ദാസ് ALP സ്കൂളിൽ പാവപ്പെട്ട കുട്ടികൾക്ക് പഠന സാമഗ്രികൾ വിതരണം ചെയ്തു. KPCC പ്രസിഡന്റിനെ തീരുമാനിക്കുന്നത് ഹൈക്കമാൻഡെന്ന് കേന്ദ്രമന്ത്രി മുല്ലപ്പള്ളി രാമചന്ദ്രൻ. മലബാറിൽ നിന്നും ശക്തമായൊരു നേതൃത്വം പ്രതീക്ഷിക്കുന്നെന്നും മുല്ലപ്പള്ളി. പുതിയ പ്രതീക്ഷകളുമായി ഒരു പുതുവർഷം കൂടി. നാടും നഗരവും ആഘോഷപൂർവ്വം പുതുവർഷത്തെ വരവേറ്റു. വിശദമായ വാർത്തകളിലേക്ക്. KPCC പ്രസിഡന്റിനെ തീരുമാനിക്കുന്നത് ഹൈക്കമാൻഡാണെന്ന് കേന്ദ്രമന്ത്രി മുല്ലപ്പള്ളി രാമചന്ദ്രൻ. മലബാറിൽ നിന്നും ശക്തമായൊരു നേതൃത്വം കോൺഗ്രസ് പാർട്ടിക്ക് ഉണ്ടാകുന്നത് ഉചിതമായിരിക്കുമെന്നും മുല്ലപ്പള്ളി കോഴിക്കോട്ട് പറഞ്ഞു. അല്ല, അതേക്കുറിച്ചല്ല ഹൈക്കമാൻഡിന്റെ തീരുമാനം എടുക്കേണ്ടത്. കോൺഗ്രസിലെ സിസ്റ്റം അങ്ങനെയാണല്ലോ. ഒരു പ്രസിഡന്റ് മാറുമ്പോൾ ഹൈക്കമാൻഡിന്റെ നിർദ്ദേശപ്രകാരമാണ് പുതിയ പ്രസിഡന്റ് തെരഞ്ഞെടുക്കുക. ഹൈക്കമാൻഡ് എല്ലാ കാര്യങ്ങളും ആലോചിച്ചുകൊണ്ട് ഉചിതമായ തീരുമാനം എടുക്കും. മലബാറിന്റെ ശക്തമായിട്ട് കോൺഗ്രസിന് നേതൃത്വം ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. അത് സത്യമാണ്. ഒരു നേതൃത്വത്തെ വളർത്തിയെടുക്കേണ്ട ഉത്തരവാദിത്വം പാർട്ടിക്കുണ്ട്. വളർത്തിയെടുത്തേ പറ്റൂ. അല്ല, ഞാൻ പറയാം, കുറവുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ കുറെ കൂടി ഊർജ്ജസ്വലമായ ഒരു നേതൃത്വം മലബാറിൽ നിന്ന് വളർന്നു വരേണ്ടതായിട്ടുണ്ട്. ആയുസിന്റെ താളിൽ നിന്ന് ഒരു വർഷം കൂടി പോയി മറഞ്ഞു. പ്രതീക്ഷയുടെ പുതുവർഷ പുലരിയിലേക്കാണ് ബുധനാഴ്ച ലോകം ചുവടുവെച്ചത്. പുതുവത്സരത്തിന്റെ ഭാഗമായി നാടകം, ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. ആർപ്പുവിളികളോടെയാണ് ലോകം പുതുവർഷത്തെ വരവേറ്റത്. മനം കുളിർപ്പിച്ചു പെയ്തിറങ്ങിയ നനുത്ത മഞ്ഞിനൊപ്പം ചുവരിൽ തൂക്കിയ കലണ്ടറിൽ നിന്ന് ഒരാണ്ടുകൂടി കൊഴിഞ്ഞു വീണു. ഇനി പ്രതീക്ഷയുടെ പുതുവർഷമാണ് എല്ലാവർക്കും. ചിലർ മധുരം വിതരണം ചെയ്താണ് പുതുവർഷ പുലരിയെ സ്വാഗതം ചെയ്തതെങ്കിൽ മറ്റു ചിലർ ആഹ്ലാദ നൃത്തം ചവിട്ടി. ചിലർ ലഹരിയിൽ അഭിനമിച്ചു. ചിലരുടെ ആഘോഷം വീട്ടുപരിസരത്തൊതുങ്ങിയപ്പോൾ മറ്റു ചിലരുടേത് ക്ലബ്ബുകളിലേക്കും ഹോട്ടലുകളിലേക്കും നീണ്ടു. റെസിഡൻസ് അസോസിയേഷനുകളുടെയും വിവിധ ക്ലബ്ബുകളുടെയും ആഭിമുഖ്യത്തിൽ നാടകവും പുതുവത്സരാഘോഷ ചടങ്ങുകൾ സംഘടിപ്പിച്ചിരുന്നു. കേക്ക് മുറിച്ചും പാട്ടുപാടിയും നൃത്തം ചവിട്ടിയും നാട്ടുകാർ പുതുവർഷ വരവിനെ സ്വാഗതം ചെയ്തു. ചെറിയ ചെറിയ ട്രൂപ്പുകളുടെയും മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സിന്റെയും സാന്നിധ്യം ആഘോഷങ്ങൾക്ക് മിഴിവേകി. വിവിധ സ്ഥലങ്ങളിലെ ബീച്ചുകൾ പുതുവർഷം ആഘോഷിക്കാനെത്തിയ പുരുഷാരത്തെ കൊണ്ട് വീർപ്പുമുട്ടി. ആഘോഷങ്ങൾ അതിരുകടക്കാതിരിക്കാൻ നാടകവും പോലീസ് പട്രോളിംഗ് ശക്തമാക്കിയിരുന്നു. പോയ വർഷം ചിലർക്ക് നഷ്ടങ്ങളുടേതായിരുന്നെങ്കിൽ മറ്റു ചിലർക്ക് നേട്ടങ്ങളുടേതാണ്. അതേസമയം പുതുവർഷം എല്ലാവർക്കും പ്രതീക്ഷകളുടേതുമാണ്. പ്രേക്ഷകർക്ക് ന്യൂസ് ടീമിന്റെ നന്മ നിറഞ്ഞ പുതുവത്സരാശംസകൾ. ന്യൂസ് ഡെസ്ക്, കോഴിക്കോട്. രമേശ് ചെന്നിത്തല MLA മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ആഹ്ലാദം കോൺഗ്രസ് പ്രവർത്തകർ പങ്കുവച്ചു. ബേപ്പൂർ മണ്ഡലം കോൺഗ്രസ് പ്രവർത്തകർ പടക്കം പൊട്ടിച്ചും മധുര പലഹാരങ്ങൾ വിതരണം ചെയ്തും സന്തോഷം പങ്കുവച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് TK അബ്ദുൾ ഗഫൂർ, വേണുഗോപാൽ, രാമകൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി. സ്ത്രീ
സ്ത്രീ ശാക്തീകരണ പദ്ധതികളിലൂടെ മാത്രമേ രാജ്യത്തിന് നേട്ടം കൈവരിക്കാൻ സാധിക്കൂ എന്ന് കേന്ദ്രമന്ത്രി മുല്ലപ്പള്ളി രാമചന്ദ്രൻ. കേന്ദ്ര വസ്ത്ര മന്ത്രാലയത്തിനു കീഴിൽ അംബേദ്കർ ഹസ്തശില്പ വികാസ് യോജന പദ്ധതിയുടെ ഭാഗമായി സ്ത്രീ ശാക്തീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഓയിസ്ക ഇന്റർനാഷണൽ കേന്ദ്ര വസ്ത്ര മന്ത്രാലയത്തിന്റെ സഹായത്തോടെ കരകൌശല പ്രവർത്തകരായ സ്ത്രീകളുടെ ഉന്നമനത്തിനായുള്ള അംബേദ്കർ ഹസ്തശില്പ വികാസ് യോജന പദ്ധതിക്ക് തുടക്കമായി. ഓയിസ്ക യൂത്ത് സെന്ററിൽ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി മുല്ലപ്പള്ളി രാമചന്ദ്രൻ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. സ്ത്രീ ശാക്തീകരണ പദ്ധതികളിലൂടെ മാത്രമേ രാജ്യത്തിന് നേട്ടം കൈവരിക്കാൻ സാധിക്കൂ എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അത് കഴിഞ്ഞ് സത്യത്തിൽ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് തന്നെ ഒരു വലിയ പ്രസ്ഥാനമായി സന്നദ്ധ സംഘടനയായി ഇന്ന് ഓയിസ്ക ഇന്റർനാഷണൽ മാറിയിട്ടുണ്ട് എന്ന് മാത്രമല്ല ജനങ്ങളുടെയൊക്കെ തന്നെ സവിശേഷമായ ശ്രദ്ധ, അതും നമ്മുടെ മകളുടെ സവിശേഷമായ ശ്രദ്ധ ഈ ഒരു പ്രസ്ഥാനത്തിലേക്ക് ആകർഷിക്കാൻ സാധിച്ചത് ഒരു വലിയ കാര്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു. സ്കിൽ അപ്ഗ്രേഡേഷൻ ട്രെയിനിംഗ്, ഡിസൈൻ ടെക്നോളജി ട്രെയിനിംഗ്, എക്സിബിഷൻ, സെമിനാർ, സിംബോസിയം, സ്റ്റഡി ടൂർ, ടൂർ കിറ്റ് വിതരണം, വിവിധ തരത്തിലുള്ള നിർമ്മാണ യൂണിറ്റുകളുടെ പ്രവർത്തനം തുടങ്ങിയവയാണ് കേന്ദ്ര വസ്ത്രാലയത്തിനു കീഴിൽ രജിസ്റ്റർ ചെയ്ത കോഴിക്കോട്ടെ 700-ൽ പരം സ്ത്രീകൾക്ക് ലഭിക്കാൻ പോകുന്നത്. പരിപാടിയിൽ ഓയിസ്ക എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് KP അബൂബക്കർ അധ്യക്ഷനായിരുന്നു. ചീഫ് കോർഡിനേറ്റർ PK നളിനാക്ഷൻ, ജനറൽ സെക്രട്ടറി M അരവിന്ദ് ബാബു, ഹാൻഡിക്രാഫ്റ്റ് പ്രൊമോഷൻ ഓഫീസർ T സത്യമൂർത്തി, T ബാലകുറുപ്പ്, KP ചന്ദ്രശേഖരൻ, P ഹേമപാലൻ, TO രാമചന്ദ്രൻ, V ഗോപകുമാർ എന്നിവർ സംബന്ധിച്ചു. തിരുപ്പതി ഭഗവാനെ പ്രീതിപ്പെടുത്തുന്നതിനു വേണ്ടി തളി ബ്രാഹ്മണ സമൂഹ മഠത്തിൽ വെങ്കിടാചലപതി പൂജ നടന്നു. സമൂഹമഠം മുഖ്യ പുരോഹിതൻ MR വെങ്കിട്ടരാമ വാദ്യാരുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് പൂജ നടന്നത്. തളി ബ്രാഹ്മണ സമൂഹ മഠത്തിലെ ഈ വർഷത്തെ ശാസ്താപ്രീതി മഹോത്സവത്തോടനുബന്ധിച്ച് വെങ്കിടാചലപതി പൂജ നടന്നു. സമൂഹമഠം മുഖ്യ പുരോഹിതൻ MR വെങ്കിട്ടരാമ വാദ്യാരുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് പൂജകൾ നടന്നത്. തിരുപ്പതി ഭഗവാനെ പ്രീതിപ്പെടുത്തുന്നതിനു വേണ്ടിയാണ് വെങ്കിടാചലപതി പൂജ നടത്തിവരുന്നത്. ഉരലിനുമേൽ പാത്രത്തിൽ നെയ് നിറച്ച് പുരുഷ സൂക്ത മന്ത്രം, വിഷ്ണു സഹസ്രനാമാർച്ചനയും പാരായണവും ചെയ്ത് ഭഗവാനെ ഉരലിൽ പ്രതിഷ്ഠിക്കുന്നു. തുടർന്ന് നെയ് തീരുമ്പോൾ ഭഗവാൻ തിരിച്ച് തിരുപ്പതി സന്നിധാനത്ത് എത്തിച്ചേർന്നു എന്നതാണ് ഐതിഹ്യം. സമൂഹമഠം പ്രസിഡന്റ് രാജഗോപാലകൃഷ്ണൻ, സെക്രട്ടറി MG അനന്തനാരായണൻ, ഹരിഗണേഷ് എന്നിവർ പൂജയ്ക്ക് നേതൃത്വം നൽകി. കോഴിക്കോട് റവന്യൂ ജില്ലാ കലോത്സവത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം കേന്ദ്രമന്ത്രി മുല്ലപ്പള്ളി രാമചന്ദ്രൻ നിർവഹിച്ചു. JDT ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിൽ കലോത്സവത്തിന് മുന്നോടിയായി വർണ്ണാഭമായ ഘോഷയാത്രയും നടന്നു. മലബാറിന്റെ സാംസ്കാരിക വൈവിധ്യങ്ങളെല്ലാം അണിനിരുന്ന ഘോഷയാത്ര സിൽവർ ഹിൽസ് ഹൈസ്കൂളിൽ നിന്നാണ് ആരംഭിച്ചത്. മുത്തുക്കുടയും താലപ്പലിയും വർണ്ണ ബലൂണുകളുമേന്തി വിവിധ സ്കൂളുകളിൽ നിന്നായി 1000-ഓളം കുട്ടികൾ അണിനിരന്നു. കിണാശ്ശേരി ഒലിവ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ പെൺകുട്ടികളുടെ ബാൻഡ് സംഘമായിരുന്നു ഏറ്റവും മുൻപിൽ. അതിനു പിന്നാലെ ജനപ്രതിനിധികളും അധ്യാപകരും രക്ഷിതാക്കളും, തൊട്ടുപിന്നിൽ മുത്തുക്കുട ചൂടിയ സിൽവർ ഹിൽസ് സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് പുറകെ വിവിധ കലാരൂപങ്ങളുമായി ആതിഥേയരായ JDT സ്കൂളിലെ വിദ്യാർത്ഥികളും അണിചേർന്നു. തെയ്യം, തിറ, ഒപ്പന, കോൽക്കളി, തിരുവാതിര തുടങ്ങിയവ ഘോഷയാത്രയ്ക്ക് കൊഴുപ്പേകി. NCC, NSS, ജൂനിയർ റെഡ് ക്രോസ് വോളണ്ടിയർമാരും യാത്രയ്ക്ക് പകിട്ടേകി. ഗതാഗതം തടസ്സപ്പെടുത്താതെ റോഡിനോരം ചേർന്ന് അച്ചടക്കത്തോടെയായിരുന്നു വിദ്യാർത്ഥികളുടെ ചുവടുവെപ്പുകൾ. ഘോഷയാത്രയ്ക്ക് ശേഷം നടന്ന ചടങ്ങിൽ കേന്ദ്രമന്ത്രി മുല്ലപ്പള്ളി രാമചന്ദ്രൻ 54ാമത് കലോത്സവത്തിന് തിരിതെളിയിച്ചു. സമത്വത്തിന്റെ സംഗീതമാവട്ടെ ഈ കലോത്സവമെന്ന് ആശംസിച്ച അദ്ദേഹം വിദ്യാർത്ഥിയായിരിക്കെ താൻ പങ്കെടുത്ത ലോക യുവജനോത്സവത്തിന്റെ ഓർമ്മകളും പങ്കുവച്ചു. മേയർ AK പ്രേമജം അധ്യക്ഷം വഹിച്ചു. ഒന്നാം വേദിയിലെ ഉദ്ഘാടന പരിപാടിയിൽ എഴുത്തുകാരൻ KP രാമനുണ്ണി മുഖ്യാതിഥിയായിരുന്നു. ലോഗോ രൂപകൽപ്പനയ്ക്കുള്ള ഉപഹാരം പലോറ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകൻ P സതീഷ് കുമാറിന് AK ശശീന്ദ്രൻ MLA നൽകി. ഘോഷയാത്ര വിജയികളായ സ്കൂളുകൾക്കുള്ള ഉപഹാരങ്ങൾ പുരുഷൻ കടലുണ്ടി MLA സമ്മാനിച്ചു. സ്വാഗത ഗാന രചയിതാവ് MV ലക്ഷ്മണൻ, സംഗീത സംവിധായകൻ പ്രേംകുമാർ വടകര എന്നിവർക്കുള്ള ഉപഹാരങ്ങളും VR സുധീഷും വിതരണം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ KP ഷീബ, ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷ ജാനമ്മ കുഞ്ഞുണ്ണി, RDDO M സൈബിൻ ഇസ BV, JDT ഭാരവാഹികളായ CP കുഞ്ഞി മുഹമ്മദ്, K അഹമ്മദ് കുട്ടി, E അബ്ദുൽ കബീർ, V ഷംസുദ്ദീൻ, P നാസർ, OP സത്യൻ, B മുഹമ്മദ് ഹംദാൻ, P ടോമി ജോർജ് എന്നിവർ സംസാരിച്ചു. ജില്ലാ വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം.
limited collection by Kalyan Sarees. അരയിടത്ത് പാലം, കോഴിക്കോട്. ചേച്ചി റെഡി? എങ്ങനെ, നന്നായിട്ടുണ്ടോ? ജ്വല്ലറി ഒന്നും ഇടുന്നില്ലേ? ജ്വല്ലറി കൂളറി എനിക്ക് വേണ്ട. എല്ലാ ഫ്രണ്ട്സും കളിയാക്കില്ലേ. ഓൾസോ ഓൾ ദിസ് ഇസ് നോട്ട് കൂൾ എനിമോർ. കൂളല്ല പോലും. നിന്നെ ഞാൻ ഇപ്പൊ ശരിയാക്കി തരാട്ടോ. ചേച്ചി ഹായ്. 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 ഇപ്പൊ എന്തു പറയുന്നു നിന്റെ ഫ്രണ്ട്സ്? ഇപ്പൊ പുതിയൊരു പ്രോബ്ലം തുടങ്ങി. Mind Diamonds from Malabar Golden Diamonds. ജെമിനി സർക്കസ് കോഴിക്കോട് മിനി ബൈപ്പാസ് സപ്തഗിരി. ദിവസേന 3 പ്രദർശനങ്ങൾ. ഉച്ചക്ക് 1 മണിക്ക്, വൈകുന്നേരം 4 മണിക്ക്, രാത്രി 7 മണിക്ക്. അഭ്യാസ പ്രകടനങ്ങളുടെ പുതുമ കൊണ്ടും അവതരണ രീതിയുടെ മികവ് കൊണ്ടും ഇന്ത്യയിലെ നമ്പർ 1 സർക്കസ് ജെമിനി സർക്കസ്. ആഫ്രിക്കൻ, റഷ്യൻ കലാകാരന്മാരുടെ അതിസാഹസിക പ്രകടനങ്ങളുമായി ജെമിനി സർക്കസ് കോഴിക്കോട് മിനി ബൈപ്പാസ് സപ്തഗിരിയിൽ. വിസ്മയിപ്പിക്കുന്ന കാഴ്ചകളുമായി ജെമിനി സർക്കസ്. വാർത്തകൾ തുടരുന്നു. മാറാട് ജിനരാജ്ദാസ് ALP സ്കൂളിൽ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മുൻ സംസ്ഥാന പ്രസിഡന്റ് TP കുഞ്ഞിക്കണ്ണൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. സ്കൂളിലെ സഹപാഠിക്കൊരു പഠന വീട് എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് അർഹരായ വിദ്യാർത്ഥികൾക്ക് പഠന സാമഗ്രികൾ വിതരണം ചെയ്തത്. മാറാട് പ്രദേശത്ത് ജിനരാജ്ദാസ് ALP സ്കൂൾ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികളുടെ വീടുകളിൽ പഠന സൗകര്യമൊരുക്കുന്ന പദ്ധതിയാണ് സഹപാഠിക്കൊരു പഠന വീട്. ഈ പദ്ധതിയിലൂടെ അർഹരായ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണം വിതരണം ചെയ്യുന്ന ചടങ്ങാണ് നടന്നത്. പരിപാടിയുടെ ഉദ്ഘാടനം ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മുൻ സംസ്ഥാന പ്രസിഡന്റ് TP കുഞ്ഞിക്കണ്ണൻ നിർവഹിച്ചു. ഇവരറിയാതെ തന്നെ പൊതുവിദ്യാഭ്യാസത്തിൽ ഇടപെടുന്നു. ഭക്ഷണം കൊടുക്കുന്നതോടുകൂടി പൊതുജന ആരോഗ്യ സംവിധാനത്തിൽ ഇടപെടുന്നു. ഇവിടെ കൃത്യമായ ഒരു ശുചിത്വ സംവിധാനം നിലനിൽക്കുന്നത് കൊണ്ട് പൊതു ആരോഗ്യ കാര്യങ്ങളെ അത് വീണ്ടും സഹായിക്കുന്നു. അതേപോലെ തന്നെ ഈ കാര്യങ്ങളെ പരസ്പരം ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു ധാരണ കുട്ടികളിലേക്ക് എത്താൻ സഹായിക്കുന്നു. ഇവയെല്ലാം കുട്ടികളുടെ സർവതോന്മുഖമായ സമഗ്രമായ ഒരു വളർച്ചയ്ക്ക് സഹായകമാകും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഈ കുട്ടികളുടെ ഈ രൂപത്തിലുള്ള ഒരു വളർച്ച ഈ നാടിന്റെ ഒരു പൊതു സ്വഭാവത്തിൽ മാറ്റം വരുത്തും എന്നുള്ളതിലും സംശയമില്ല. സ്കൂൾ മാനേജർ VKC മമ്മദ് കോയ അധ്യക്ഷനായിരുന്നു. കൌൺസിലർമാരായ T ഹസൻ, ദേവരാജൻ, SSA ജില്ലാ പ്രൊജക്ട് ഓഫീസർ വിനയകുമാർ, പ്രധാനാധ്യാപിക PS ചിത്രാവതി, BPO ശിവരാജൻ, രാജകുമാർ KK, ആലപ്പാട്ട് ഭാസ്കരൻ, KV ശിവദാസൻ, മുഹമ്മദ് കുട്ടി, സുധീർ, K കൃഷ്ണകുമാർ, B മുഹമ്മദ് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. കോഴിക്കോട്ട് നിന്നും റാസൽ ഖൈമയിലേക്ക് സർവീസ് നടത്തുന്ന റാക്ക് എയർവേസ് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ സർവീസ് നിർത്തലാക്കിയ നടപടി തികച്ചും അപലപനീയമാണെന്ന് അയാട്ട അസോസിയേഷൻ മലബാർ മേഖലാ സാരഥികൾ പറഞ്ഞു. പുതുവർഷത്തിൽ വിദേശ യാത്രക്കാർക്ക് റാക്ക് എയർവേസ് നൽകിയ കനത്ത പ്രഹരമാണ് ഈ നടപടിയെന്നും അവർ ആരോപിച്ചു. ഡിസംബർ 31 മുതലാണ് റാക്ക് എയർവേസ് മുന്നറിയിപ്പില്ലാതെ സർവീസ് നിർത്തലാക്കിയത്. ഈ വർഷം തുടക്കത്തിൽ തന്നെ ഉംറ തീർത്ഥാടനത്തിന് പോയ 500-ൽ പരം തീർത്ഥാടകരും വരും മാസത്തിൽ ഉംറ ബുക്ക് ചെയ്ത 10,000-ഓളം യാത്രക്കാരും മറ്റു യാത്രക്കാരും ജനുവരി ഫെബ്രുവരി മാസത്തിലെ മടക്ക യാത്രക്കാർക്കുൾപ്പെടെ പണം വാങ്ങി ടിക്കറ്റുകൾ നൽകിയിട്ടുണ്ട്. ഇവരുടെയെല്ലാം മടക്കയാത്ര അനിശ്ചിതത്വത്തിലാണ്. ഇതിനുവേണ്ട ബദൽ സംവിധാനങ്ങളൊന്നും തന്നെ അധികൃതർ ഏർപ്പെടുത്താതെയാണ് ജനദ്രോഹകരമായ ഈ തീരുമാനം കൈക്കൊണ്ടതെന്ന് അയാട്ട അസോസിയേഷൻ മലബാർ മേഖല സാരഥികൾ പറഞ്ഞു. ദിവസങ്ങളായി അനിശ്ചിതത്വത്തിലായ സർവീസിനെപ്പറ്റി അറിയാമായിരുന്നിട്ടും അധികൃതർ തുടർന്നും ടിക്കറ്റുകൾ നൽകി യാത്രക്കാരെ വഞ്ചിക്കുകയായിരുന്നുവെന്നും യാത്രക്കാർക്ക് ക്ലേശവും ധനനഷ്ടവും ഇല്ലാത്ത രീതിയിൽ ബദൽ സംവിധാനം ഉടൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും വ്യോമയാന അധികൃതരും ഏർപ്പെടുത്തണമെന്നും അവർ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. മെയിനായിട്ട് ഇപ്പം അവർക്ക് എന്തോ ഇപ്പൊ റീഫണ്ട് കൊടുത്താൽ തന്നെ അവരുടെ ഓഫീസൊക്കെ അടച്ചിരിക്കുകയാണ് റാസൽ ഖൈമയില്. ഇപ്പൊ റീഫണ്ട് കൊടുത്താൽ തന്നെയും അവർക്ക് വേറൊരു ഫ്ലൈറ്റിൽ വരാനോ പോകാനോ ഉള്ള ഫ്ലൈറ്റ് കിട്ടാത്ത ഒരവസ്ഥയിലാണ് ഇപ്പൊ ഉള്ളത്. നഗരം ആവേശത്തോടെ 2014 വരവേറ്റു. റെസിഡൻസ് അസോസിയേഷനുകളുടെയും ക്ലബ്ബുകളുടെയും നേതൃത്വത്തിൽ പുതുവർഷത്തെ വരവേൽക്കാനായി വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു. പയ്യാനക്കൽ കൈരളി റെസിഡൻസ് അസോസിയേഷന്റെ 5ാം വാർഷികം പുതുവത്സര ആഘോഷങ്ങളോടനുബന്ധിച്ച് സംഘടിപ്പിച്ചു. കൌൺസിലർ CP മുസാഫിർ അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ പ്രസിഡന്റ് K കരുണൻ അധ്യക്ഷനായിരുന്നു. സെക്രട്ടറി P സദാശിവൻ, KT കോയാമു എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാകായിക മത്സരങ്ങളും അരങ്ങേറി. MES സെന്റർ സ്കൂൾ CBSE കൊയിലാണ്ടി സ്പോർട്സ് ഡേ ഉദ്ഘാടനവും പുതുവത്സരാഘോഷ പരിപാടികളും സംഘടിപ്പിച്ചു. കൊയിലാണ്ടി CI PV ജേക്കബ് ഉദ്ഘാടനം നിർവഹിച്ചു.
MES സെക്രട്ടറി AMP അബൂബക്കർ സമ്മാനദാനം നിർവഹിച്ചു. TV അബൂബക്കർ, A അബ്ദുൽ അസീസ്, K ഫൈസൽ, മനോജ് T എന്നിവർ സംബന്ധിച്ചു. ബേപ്പൂർ നാനോ റെസിഡൻസ് അസോസിയേഷന്റെ 3ാം വാർഷികം പുതുവത്സരാഘോഷങ്ങളോടെ സംഘടിപ്പിച്ചു. ആമക്കോട്ടുവയൽ മാമത്ത് പറമ്പിൽ നടന്ന പരിപാടി സ്വാഗത സംഘം ചെയർമാൻ നെല്ലിക്കുടി സതീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. നാനോ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് VV സഞ്ജീവ് അധ്യക്ഷനായിരുന്നു. സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ കിടങ്ങത്ത്, വിജയൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് അസോസിയേഷൻ അംഗങ്ങളുടെയും കുടുംബാംഗങ്ങളുടെയും വിവിധ കലാപരിപാടികളും അരങ്ങേറി. പരിപാടികൾക്കിടയിൽ നറുക്കെടുപ്പുമുണ്ടായിരുന്നു. രാജ്യത്ത് പുതിയ രാഷ്ട്രീയ ധ്രുവീകരണം ഉണ്ടാക്കുന്ന തെരഞ്ഞെടുപ്പാണ് നടക്കാൻ പോകുന്നതെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം കോടിയേരി ബാലകൃഷ്ണൻ MLA. കുത്തക മുതലാളിമാരും കോർപ്പറേറ്റുകളും നിയന്ത്രിക്കുന്ന കോൺഗ്രസ് BJP ഭരണം അവസാനിപ്പിക്കാൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സാധിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തിക്കോടിയിൽ നടന്ന KM കോമത്ത് അനുസ്മരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പഴയ കൊയിലാണ്ടി താലൂക്കിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ശക്തിപ്പെടുത്തുന്നതിൽ സുപ്രധാന പങ്കുവഹിച്ച KM കോമത്തിനെ അനുസ്മരിച്ചു. തിക്കോടി ടൗണിൽ നടന്ന പൊതുസമ്മേളനം CPM പോളിറ്റ് ബ്യൂറോ അംഗം കോടിയേരി ബാലകൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. മന്ത്രിമാരെ പരസ്പരം മാറ്റിക്കൊണ്ടും KPCC പ്രസിഡന്റിനെ മന്ത്രിപദത്തിൽ എത്തിച്ചതുകൊണ്ടും കേരളത്തിലെ UDF രക്ഷപ്പെടില്ലെന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. അടുത്ത പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി രാഹുൽ ഗാന്ധിയെ ഉയർത്തിക്കാണിക്കാൻ കോൺഗ്രസിന് ധൈര്യമില്ലെന്നും നരേന്ദ്രമോദിയോ രാഹുലോ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായതുകൊണ്ട് മുതലാളിത്ത നയത്തിൽ മാറ്റമൊന്നും ഉണ്ടാകില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ തിരുവഞ്ചൂരിനെ മാറ്റി ചെന്നിത്തലയെ അതിനകത്ത് ഇരുത്തിയതുകൊണ്ട് UDFന് എന്ത് മാറ്റമാണ് ഉണ്ടാകാൻ പോകുന്നത്? ഇവിടെ മുഖം വികൃതമായിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ മുഖമാണ്. ഇവിടെ മുഖ്യമന്ത്രിയെ മാറ്റാതെ UDFന് എന്ത് പ്രതിച്ഛായയാണ് വീണ്ടെടുക്കാൻ സാധിക്കുക? C കുഞ്ഞമ്മദ്, PK പ്രേംനാഥ്, T വിശ്വൻ മാസ്റ്റർ, P മുഹമ്മദ്, K ദാസൻ MLA തുടങ്ങിയവർ സംബന്ധിച്ചു. പോയ വർഷത്തെ പ്രധാന സംഭവങ്ങൾ വരച്ചു ചേർത്ത് രാകേഷ് പരപ്പിലിന്റെ സുഘോഷം 2013 കാഴ്ചക്കാർക്ക് കൗതുകമായി മാറി. അന്തർദേശീയ ഗാന്ധിയൻ പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു പരിപാടി. ഷാജി കല്ലായുടെ പശ്ചാത്തല സംഗീതത്തിലാണ് രാകേഷ് ചിത്രങ്ങൾ ഒരുക്കിയത്. പരിപാടിയുടെ അവസാനം കവിതാലാപനവും നടന്നു. മൂന്നടി നീളമുള്ള ബാറ്റ് കൊണ്ട് ലോകത്തെ ജയിച്ച സച്ചിൻ തെണ്ടുൽക്കർ, മാതേയി എന്ന പായ്വഞ്ചിയിൽ ലോകം ചുറ്റിയ സഞ്ചാരി അഭിലാഷ് ടോമി, സ്വാത് താഴ്വരയിൽ പ്രകാശം പരത്തിയ മലാല യൂസഫ്സായി, മംഗൾയാൻ ഉത്തരാഖണ്ഡ് ദുരന്തം നെൽസൺ മണ്ടേല 2013 വിട പറയുമ്പോഴും ഓർമ്മയിൽ മധുരവും കയ്പും കണ്ണീരും നിറച്ച് വിട പറയാൻ മടിച്ചു നിൽക്കുന്ന കാഴ്ചകൾ. മാനാഞ്ചിറ ഓപ്പൺ എയർ തിയേറ്ററിൽ 12 അടി നീളവും 15 അടി വീതിയുമുള്ള ക്യാൻവാസിൽ പോയ വർഷത്തിന്റെ ഓർമ്മ ചിത്രങ്ങൾ ഒരുക്കി രാകേഷ് പരപ്പിലിന്റെ ചിത്രസബര്യ സുഘോഷം 2013 ജനശ്രദ്ധ നേടി. അന്തർദേശീയ ഗാന്ധിയൻ പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിലാണ് സുഘോഷം. ടെമ്പറ പെയിന്റിംഗ് ചിത്രരചനാ സങ്കേതത്തിലാണ് രാകേഷ് പരപ്പിൽ സുഘോഷം ഒരുക്കിയത്. പേപ്പർ കൊളാഷുകളും ഉപയോഗിച്ചു. രാവിലെ 10 മുതൽ വൈകിട്ട് 3 വരെ ചിത്രരചന നീണ്ടു. ചിത്രകാരന്മാരായ സുരേഷ് ബുദ്ധയും ബേപ്പൂർ രാധാകൃഷ്ണനും ചേർന്ന് സുഘോഷം 2013 ഉദ്ഘാടനം ചെയ്തു. അമ്മത്തിലോടയിൽ കൂടി ഓരോന്നൊഴുകിയെത്തവേ കണ്ണു ചിമ്മാതെ ഞാൻ നോക്കി നിൽപ്പായന്തി കറക്കവേ. ഗ്രാൻഡ് കേരള ഷോപ്പിംഗ് ഫെസ്റ്റിവൽ ഏതാനും വർഷത്തിനുള്ളിൽ രാജ്യാന്തര നിലവാരമുള്ള മേളയായി ഉയരുമെന്ന് മന്ത്രി AP അനിൽകുമാർ. 15 കോടിയിലധികം രൂപയുടെ സമ്മാനങ്ങൾ മറ്റൊരു പദ്ധതിയിലും വിതരണം ചെയ്യുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഗ്രാൻഡ് കേരള ഷോപ്പിംഗ് ഫെസ്റ്റിവൽ 7ാം സീസണിലെ ആദ്യ വാരാന്ത്യ നറുക്കെടുപ്പിനോട് അനുബന്ധിച്ചുള്ള പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗ്രാൻഡ് കേരള ഷോപ്പിംഗ് ഫെസ്റ്റിവൽ ഏതാനും വർഷത്തിനുള്ളിൽ രാജ്യാന്തര നിലവാരമുള്ള മേളയായി ഉയരുമെന്ന് മന്ത്രി AP അനിൽകുമാർ പറഞ്ഞു. ഗ്രാൻഡ് കേരള ഷോപ്പിംഗ് ഫെസ്റ്റിവൽ 7ാം സീസണിലെ ആദ്യ വാരാന്ത്യ നറുക്കെടുപ്പിനോട് അനുബന്ധിച്ചുള്ള പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ വർഷം 7000 വ്യാപാര സ്ഥാപനങ്ങളാണ് മേളയിൽ രജിസ്റ്റർ ചെയ്തത്. ഇക്കൊല്ലം അത് 35,000 ആയി ഉയർന്നു.
1 കോടിയിലധികം വ്യാപാരികളാണ് ഗ്രാൻഡ് കേരള ഷോപ്പിംഗ് ഫെസ്റ്റിവലുമായി സഹകരിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എനിക്ക് തോന്നുന്നു 2-3 വർഷം കൂടി നമ്മൾ നല്ല രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഗ്രാൻഡ് കേരള ഷോപ്പിംഗ് ഫെസ്റ്റിവൽ മറ്റ് രാജ്യങ്ങളിൽ നടക്കുന്ന ഫെസ്റ്റിവലുകൾക്ക് ഷോപ്പിംഗ് ഫെസ്റ്റിവലുകൾക്ക് സമാനമായി അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ പ്രാധാന്യത്തോടുകൂടി നമുക്ക് മാറ്റാൻ കഴിയും. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് ടി നസ്രുദ്ദീൻ ആദ്യ നറുക്കെടുത്തു. ജില്ലയിൽ കഴിഞ്ഞ 10 ദിവസങ്ങളിലായി വിറ്റഴിച്ച 11,25,000 കൂപ്പണുകളിൽ നിന്ന് 104 വിജയികളെ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുത്തു. 33 പേർക്ക് 1 പവൻ വീതം സ്വർണ്ണ സമ്മാനമായി ലഭിച്ചു. 15 പേർക്ക് 4 ഗ്രാം സ്വർണം വീതവും 2 ഗ്രാം സ്വർണം വീതം 19 പേർക്കും 1 ഗ്രാം സ്വർണം വീതം 37 പേർക്കും ലഭിച്ചു. ആകെ 399 ഗ്രാം സ്വർണമാണ് സമ്മാനമായി വിതരണം ചെയ്തത്. 14 ജില്ലകളിലായി വാരാന്ത്യ നറുക്കെടുപ്പിലൂടെ 942 വിജയികളെ കണ്ടെത്തി. മന്ത്രി എം കെ മുനീർ അധ്യക്ഷനായിരുന്നു. എം കെ രാഘവൻ MP, എ പ്രദീപ് കുമാർ MLA, ടൂറിസം GKSF ഡയറക്ടർ S ഹരികിഷോർ, കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് MT പത്മ, വാർഡ് കൌൺസിലർ P കിഷൻചന്ദ്, ഫെഡറൽ ബാങ്ക് ഡെപ്യൂട്ടി ജനറൽ മാനേജറും സോണൽ ഹെഡുമായ KR വിജയകുമാർ, PV ഗംഗാധരൻ, മലബാർ ഗോൾഡ് ചെയർമാൻ MP അഹമ്മദ് എന്നിവർ സംബന്ധിച്ചു. നടൻ സുരാജ് വെഞ്ഞാറമൂട്, ഗായകൻ സുദീപ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ കലാവിരുന്നും നടന്നു. ജില്ലാ വാർത്തകളിൽ ഒരു ഇടവേള കൂടി. The handcrafted collection by Kalyan Sarees. അരയിടത്തുപാലം, കോഴിക്കോട്. യൂത്തിനറിയാം ബെസ്റ്റ് യൂത്ത്ഫുൾ സർപ്രൈസസ് Shades and style, latest type fashion, lowest price attraction. Kalyan Silks, Stars Collection. കല്യാൺ സിൽക്സ് അവതരിപ്പിക്കുന്നു സ്റ്റാർസ് കളക്ഷൻസ്. ഫാഷൻ ലോകത്തെ പുതിയ വിസ്മയങ്ങൾ. വില 250 രൂപ മുതൽ. വലിയ വിസ്മയങ്ങൾക്ക് ഇനി ചെറിയ വില. സ്റ്റാർസ് കളക്ഷൻസ്. ബിസിനസ് വാർത്തകൾ. PM താജ് റോഡിൽ പ്രവർത്തിച്ചിരുന്ന മിക്കാട്ട് എൻട്രൻസ് കോച്ചിംഗ് സെന്റർ പുതിയ മുഖത്തോടെ കോഴിക്കോട് പാവമണി റോഡിൽ പ്രവർത്തനം ആരംഭിച്ചു. 100ഓളം വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങളും മികച്ച അധ്യാപകരുമാണ് കോച്ചിംഗ് സെന്ററിന്റെ പ്രത്യേകത. മെഡിക്കൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്ക് മികച്ച പഠനത്തിലൂടെ വിജയം കരസ്ഥമാക്കാൻ PM താജ് റോഡിൽ പ്രവർത്തിച്ചിരുന്ന മിക്കാട്ട് എൻട്രൻസ് കോച്ചിംഗ് സെന്റർ പുതിയ മുഖത്തോടെ വീണ്ടും കോഴിക്കോട്ടെത്തി. തിരുവണ്ണൂർ സ്വദേശിയായ ജിഷ പ്രേംകുമാറാണ് ഈ സംരംഭത്തിന്റെ പിന്നിലുള്ളത്. മിക്കാട്ടിന്റെ ഉദ്ഘാടനം ജിഷ പ്രേംകുമാറിന്റെ മകൾ ലക്ഷ്മി പ്രേംകുമാർ നിർവഹിച്ചു. CP രാമചന്ദ്ര മേനോൻ, പ്രേംകുമാർ മേനോൻ, നിർമ്മല രാമചന്ദ്രൻ, സൂപ്പർവൈസർ ഭാർഗവി നായർ, അധ്യാപകരും ചടങ്ങിൽ സംബന്ധിച്ചു. പാവമണി റോഡിലെ അനുഗ്രഹ ആർക്കേഡിലാണ് കോച്ചിംഗ് സെന്റർ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. കെമിസ്ട്രി, ഫിസിക്സ്, മാത്സ്, ബയോളജി, കമ്പ്യൂട്ടർ സയൻസ് എന്നീ വിഷയങ്ങളിലാണ് വിദ്യാർത്ഥികൾക്ക് കോച്ചിംഗ് നൽകുന്നത്. നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു സ്ഥാപനമാണ്. അതിന് കുട്ടികളുടെ ഭാഗത്തുനിന്നും പേരൻസിന്റെ ഭാഗത്തുനിന്നും പൂർണ്ണമായിട്ടുള്ള പിന്തുണയാണ് ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. സ്ഥാപനത്തിന്റെ വളർച്ചയ്ക്ക് ഈ ഒരു ഘടകമാണ് ഞങ്ങളെ ഏറ്റവും മുന്നോട്ട് നയിക്കുന്നത് എന്നുള്ളതിൽ ഞങ്ങൾക്ക് അതിയായ ചാരിതാർത്ഥ്യമുണ്ട്. 100ഓളം വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങളും മികച്ച അധ്യാപകരും കോച്ചിംഗ് സെന്ററിനെ വ്യത്യസ്തമാക്കിയിരിക്കുകയാണ്. ഇതിന്റെ വിജയം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഏറ്റവും നല്ല വിജയം ഫാക്കൽറ്റീസ്. നമ്മൾ 12 അടക്കമുള്ള മാഷ്മാരുടെ ഒരു ഫാക്കൽറ്റീസാണ് നമ്മുടെ ഈ ടീം വർക്കിന് വിജയകരമായി തീർന്നിരിക്കുന്നത്. ഇതിനോടനുബന്ധിച്ച് ഞങ്ങൾക്ക് 200 കുട്ടികൾക്ക് പഠിക്കാനുള്ള എല്ലാ തരത്തിലുള്ള ഫെസിലിറ്റീസും നമ്മൾ മിക്കാട്ട് എൻട്രൻസ് എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മളെ കുട്ടികൾക്ക് സൗകര്യം ഏർപ്പാട് ചെയ്തു കൊടുത്തിട്ടുണ്ട്. പ്രമുഖ രാജ്യാന്തര ബ്രാൻഡ് വാച്ചുകളുടെ ഷോറൂമുമായി മലബാർ ഗ്രൂപ്പ്. മലബാർ വാച്ചസിന്റെ ഉദ്ഘാടനം മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി നിർവഹിച്ചു. റാംമോഹൻ റോഡിൽ മലബാർ ഗോൾഡൻ ഡയമണ്ട്സിനോട് ചേർന്നുള്ള മലബാർ വാച്ചസിൽ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ആകർഷകമായ വിലക്കുറവുമുണ്ട്. പ്രമുഖ രാജ്യാന്തര ബ്രാൻഡ് വാച്ചുകളുടെ വലിയ ഷോറൂമായ മലബാർ വാച്ചസിന്റെ ഉദ്ഘാടനം മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി നിർവഹിച്ചു.
മലബാർ ഗ്രൂപ്പ് ചെയർമാൻ MP അഹമ്മദ്, ഇന്റർനാഷണൽ ഓപ്പറേഷൻസ് MD MP ഷംലാൽ അഹമ്മദ്, ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ KP അബ്ദുൽ സലാം, AK ഫൈസൽ, AK നിഷാദ്, KP വീരാൻകുട്ടി, O അഷർ, M അബ്ദുൽ മജീദ്, കോർപ്പറേറ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ R അബ്ദുൽ ജലീൽ, E അബ്ദുൽ ജലീൽ, ഷാജി കക്കോടി, മലബാർ വാച്ചസ് ഡയറക്ടർമാരായ വിശ്വമോഹനൻ, സിബിൻ അലി ഹസൻ എന്നിവർ സന്നിഹിതരായിരുന്നു. ഒമേഗ വാച്ചസിന്റെ ആദ്യ വിൽപ്പന 3G മൊബൈൽ MD ഷാജിയും, റേഡോ വാച്ചസിന്റെ ആദ്യ വിൽപ്പന ജിടെക് MD മെഹറൂഫ് മണലൊടിയും, ലോഗിൻസ് വാച്ചസിന്റെ ആദ്യ വിൽപ്പന ഷെഫിനും സ്വീകരിച്ചു. റാംമോഹൻ റോഡിൽ മലബാർ ഗോൾഡൻ ഡയമണ്ട്സിനോട് ചേർന്നാണ് മലബാർ വാച്ചസ് ഷോറൂം. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് എല്ലാ ബ്രാൻഡുകൾക്കും 10% വരെ വിലക്കുറവുണ്ട്. റാഡോ, ടിസോ വാച്ചുകൾക്കൊപ്പം സമ്മാനങ്ങൾ, വാറന്റി കാലാവധിക്കു ശേഷം 1 വർഷം സൗജന്യ സർവീസ്, 3 വർഷത്തേക്ക് സൗജന്യ ബാറ്ററി റീപ്ലേസ്മെന്റ് എന്നീ ആനുകൂല്യങ്ങളുമുണ്ട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. ചെറുകാട് ജന്മശതാബ്ദി ആഘോഷവും 5 പുസ്തകങ്ങളുടെ പ്രകാശനവും ഒരാഴ്ച നീണ്ടുനിൽക്കുന്ന പുസ്തകോത്സവവും ജനുവരി 3 പോലീസ് ക്ലബ്ബ് ഹാളിൽ MP വീരേന്ദ്രകുമാർ ഉദ്ഘാടനം ചെയ്യും. ജനുവരി 3 മുതൽ 8 വരെ നടക്കുന്ന പുസ്തകോത്സവം രാവിലെ 9:30 മുതൽ വൈകുന്നേരം 7 വരെയാണെന്ന് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് സാരഥികൾ പറഞ്ഞു. 5ാമത് സംസ്ഥാന ടെന്നീസ് വോളിബോൾ ചാമ്പ്യൻഷിപ്പ് പുതുപ്പാടിയിൽ നടക്കും. ടെന്നീസ് വോളിബോൾ ജൂനിയർ, സീനിയർ, യൂത്ത്, മിനി ചാമ്പ്യൻഷിപ്പ് ജനുവരി 4, 5 തീയതികളിൽ പുതുപ്പാടി ഗവൺമെന്റ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ ജില്ലാ ടെന്നീസ് വോളിബോൾ അസോസിയേഷന്റെയും പുതുപ്പാടി സ്പോർട്സ് അക്കാദമിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് നടക്കുന്നത്. 5 വിഭാഗങ്ങളിലായി നടക്കുന്ന ചാമ്പ്യൻഷിപ്പിൽ 700 കായിക താരങ്ങൾ 14 ജില്ലകളെയും പ്രതിനിധീകരിച്ച് പങ്കെടുക്കും. ജനവിരുദ്ധ മുന്നണികൾക്കെതിരെ ജനകീയ രാഷ്ട്രീയ മുന്നേറ്റം എന്ന മുദ്രാവാക്യം ഉയർത്തി വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ജനുവരി 4 താമരശ്ശേരിയിൽ രാഷ്ട്രീയ സമ്മേളനം സംഘടിപ്പിക്കും. വൈകുന്നേരം 4 മണിക്ക് ആരംഭിക്കുന്ന റാലിയിൽ 10,000-ഓളം പേർ പങ്കെടുക്കും. ശേഷം നടക്കുന്ന പൊതുസമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് അബ്ദുൽ ഹമീദ് വാണിയമ്പലം ഉദ്ഘാടനം ചെയ്യും. സേവക് പുതിയറയുടെ ആഭിമുഖ്യത്തിൽ മലബാർ മേഖലയിലെ നഴ്സറി, അംഗൻവാടി വിദ്യാർത്ഥികൾക്കായി 6ാമത് സേവക് നഴ്സറി കലോത്സവം ഫെബ്രുവരി 1, 2 തീയതികളിൽ പുതിയറ SK സാംസ്കാരിക നിലയത്തിൽ നടക്കും. 3 വേദികളിലാണ് മത്സരങ്ങൾ അരങ്ങേറുക. 14 ഇനങ്ങളിൽ മലയാളം, ഇംഗ്ലീഷ് വിഭാഗങ്ങൾക്ക് പ്രത്യേകമായി മത്സരങ്ങൾ ഉണ്ടായിരിക്കും. പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ 2014 ജനുവരി 20 മുൻപ് സംഘാടക സമിതി, സേവക് നഴ്സറി കലോത്സവം, ശിക്ഷക് സദനു സമീപം, ചിന്താവളപ്പ്, കോഴിക്കോട് 4 എന്ന വിലാസത്തിലോ 9446090111 എന്ന നമ്പറിലോ ബന്ധപ്പെടണം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സഹപാഠിക്കൊരു പഠന വീട് പദ്ധതി ഊർജിതമാക്കുന്നു. മാറാട് ദിനരാജദാസ LP സ്കൂളിൽ പാവപ്പെട്ട കുട്ടികൾക്ക് പഠന സാമഗ്രികൾ വിതരണം ചെയ്തു. KPCC പ്രസിഡന്റിനെ തീരുമാനിക്കുന്നത് ഹൈക്കമാൻഡെന്ന് കേന്ദ്രമന്ത്രി മുല്ലപ്പള്ളി രാമചന്ദ്രൻ. മലബാറിൽ നിന്നും ശക്തമായൊരു നേതൃത്വം പ്രതീക്ഷിക്കുന്നെന്നും മുല്ലപ്പള്ളി. പുതിയ പ്രതീക്ഷകളുമായി ഒരു പുതുവർഷം കൂടി. നാടും നഗരവും ആഘോഷപൂർവ്വം പുതുവർഷത്തെ വരവേറ്റു. ജില്ലാ വാർത്തകളുടെ ഈ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കല്യാൺ സാരീസ്, അരയിടത്ത് പാലം, കോഴിക്കോട്.